പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഗുണന രീതികൾ എന്ന പാഠഭാഗത്തിലെ സമചതുര സംഖ്യകൾ എന്ന ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1, 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 കിട്ടുക? ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റ സംഖ്യ ഏതാണ്? അല്ലേ? ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല അല്ലേ? 1, 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 കിട്ടുക? ബേസിക് ഇല്ലാത്ത കുഞ്ഞോക്കൊന്നും പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വായിച്ച് എന്ത് ചെയ്യില്ല, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കാം. ഒന്നാമത്തെ ഇരട്ട സംഖ്യ ഏതാണ്? നമുക്കറിയാം ഇരട്ട സംഖ്യ ഏതൊക്കെയാ? 2, 4, 6, 8 അല്ലേ, 10 ഇങ്ങനെ പോകുന്നതാണ് തന്നെ ഇരട്ട സംഖ്യകൾ അല്ലേ. ഇതിൽ ഒന്നാമത്തെ ഇരട്ട സംഖ്യ ഏതായിരിക്കും? 2 അല്ലേ? അപ്പൊ 2 ഇടുക. മനസ്സിലായില്ലേ? അതിന് അടുത്തെന്താ? ഒന്നാമത്തെ ഒറ്റ സംഖ്യ അല്ലേ. ഒന്നാമത്തെ ഒറ്റ സംഖ്യ ഏതാണ് അല്ലേ? ഒറ്റ സംഖ്യ ഇങ്ങനെ എഴുതാം. 1, 3, 5, 7 ഇങ്ങനെ പോകുന്നതാണ് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് അല്ലേ. അപ്പൊ ഒന്നാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അതെ. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ ഏതാ? രണ്ടാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? 4 അല്ലേ. രണ്ടാമത്തെ ഇരട്ട സംഖ്യ 4 ആണ്. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ഇരട്ട സംഖ്യ ഏതാ? അഞ്ചാമത്തെ ഇരട്ട സംഖ്യ ഏതാ? അഞ്ചാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് നോക്കിയേ. 1, 2, 3, 4, 5 ഏതാ? 10 അല്ലേ. ഇവിടെ ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2 അല്ലേ? അതെ. അപ്പൊ ഒന്നാമത്തെ ഒറ്റ സംഖ്യ നമുക്ക് എളുപ്പ രീതിയിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ ഇരട്ട സംഖ്യ 2 ആണ്. അപ്പൊ ഈ 2ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നാമത്തെ ഒറ്റ സംഖ്യ കിട്ടും. അതേപോലെ നോക്കിയേ, രണ്ടാമത്തെ ഇരട്ട സംഖ്യ ഏതാ? 4. അപ്പൊ രണ്ടാമത്തെ ഒറ്റ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുക? ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? 4 കുറക്കണം 1 ചെയ്താൽ മതി. എത്രയാ? 3 അല്ലേ? 3 ഇവിടെ നോക്കിയേ, അഞ്ചാമത്തെ ഇരട്ട സംഖ്യ 10 അല്ലേ. അപ്പോ അഞ്ചാമത്തെ ഒറ്റ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? അഞ്ചാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഈ 10ൽ നിന്ന് 1 കുറച്ചാൽ മതി. എത്ര കിട്ടും? 9. മനസ്സിലായോ? എത്ര അഞ്ചാമത്തെ ഇരട്ട സംഖ്യ അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അഞ്ചാമത്തെ ഒറ്റ സംഖ്യ ഈസി ആയി കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഇനി നോക്കാം. പത്താമത്തെ ഇരട്ട സംഖ്യ എത്ര നോക്കിയാലോ? പത്താമത്തെ ഇരട്ട സംഖ്യ എത്രയായിരിക്കും? പറഞ്ഞേ നോക്കേ. അഞ്ചാമത്തെ ഇരട്ട സംഖ്യ എന്നത് 5ന്റെ ഇരട്ടി 10 ആയിരിക്കൂലേ? അതെ. അപ്പൊ പത്താമത്തെ ഇരട്ട സംഖ്യ എത്രയായിരിക്കും? 20. 10ന്റെ ഇരട്ടിയാണ് പത്താമത്തെ ഇരട്ട സംഖ്യ. അപ്പൊ പത്താമത്തെ ഒറ്റ സംഖ്യ എത്രയായിരിക്കും? പറഞ്ഞേ. പത്താമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഈ 20ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 1 കുറച്ചാൽ മതി. അപ്പൊ എത്രയായിരിക്കും? 19 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 50ാമത്തെ ഇരട്ട സംഖ്യ ഏതാ? ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഈ 50ന്റെ ഇരട്ടിയായിരിക്കും. എത്രയായിരിക്കും? 100 അല്ലേ. അപ്പൊ 50ാമത്തെ ഒറ്റ സംഖ്യ എത്രയായിരിക്കും എന്ന് പറഞ്ഞേ. ഈസി അല്ലേ? 50ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഈ 100ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 1 കുറച്ചാൽ മതി. അപ്പൊ എത്രയായിരിക്കും? 99. അപ്പൊ ഇങ്ങനെയാണ് അല്ലേ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എത്ര ഒറ്റ സംഖ്യകളുണ്ട്, എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 1, 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 കിട്ടുക? അല്ലേ? 1, 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 കിട്ടുക? അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? 1 കൂട്ടണം 3 കൂട്ടണം അല്ലേ. എത്രയോ സംഖ്യകള് കൂട്ടിയിട്ട് എത്ര കിട്ടണം? 400 കിട്ടണം. അതെന്തായിരിക്കണം? ഒറ്റ സംഖ്യകളായിരിക്കണം. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 1 കൂട്ടണം 3 എത്രയാ?
4 അല്ലേ? ഇവിടെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 2 ഒറ്റസംഖ്യകൾ അല്ലേ? അപ്പൊ ഒറ്റസംഖ്യകളുടെ എണ്ണം അല്ലേ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുക. കണ്ടോ, ഇവിടെ 2 ആണെങ്കിൽ എത്രയാണോ ഒറ്റസംഖ്യകളുടെ എണ്ണം ഉള്ളത് അതിനെ ഒന്നും കൂടെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും നോക്കിയാൽ 4 അല്ലേ? അപ്പൊ ഇവിടെ ഒറ്റസംഖ്യകളുടെ എണ്ണം എത്രയാ നമുക്കറിയാം, 2 അല്ലേ? 2 ഒറ്റസംഖ്യ അല്ലേ? അപ്പൊ 4ൽ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടെന്ന് പറയാം? 4ൽ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 2 ഒറ്റസംഖ്യകൾ. ഇനി ശ്രദ്ധിച്ചോ, 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 അല്ലേ? 7. ഇവിടെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 1 2 3 4. ഓക്കെ, 4 ഗുണിക്കണം അല്ലേ അതേ സംഖ്യ കൊണ്ട് തന്നെ ഒന്ന് കൂടി ഗുണിക്കുക. അപ്പൊ 4 ഗുണിക്കണം 4 എത്രയായിരിക്കും? 16 അല്ലേ? അപ്പൊ ഒറ്റസംഖ്യകളുടെ എണ്ണം എത്രയാ? ഒറ്റസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒറ്റസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാ? 4 ആയിരിക്കും. 16ലുള്ള ഒറ്റസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 4. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 400 തന്നിട്ടുണ്ട് അല്ലേ? 400 തന്നിട്ടുണ്ട്. ഇതിൽ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണേ. നമുക്കറിയാം 400 എങ്ങനെയാ കിട്ടുക? 20 ഗുണിക്കണം 20 അല്ലേ? 400 ഒരു എന്ത് സംഖ്യയാണ്? സമചതുര സംഖ്യയാണ് അല്ലേ? ഒരു സംഖ്യന അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 400 കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണല്ലേ? അപ്പൊ അതിലൊരു സംഖ്യയാണ് അതിന്റെ എന്തെന്ന് പറയല്? ഒറ്റസംഖ്യയുടെ എണ്ണം തരുന്നത്. അപ്പൊ ഇവിടെ ഒറ്റസംഖ്യ 400ൽ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 400ൽ എത്ര ഒറ്റസംഖ്യകളാണ് ഉള്ളത്? 20 ഒറ്റസംഖ്യകൾ. എത്ര ഒറ്റസംഖ്യകളുണ്ട്? 20 ഒറ്റസംഖ്യകൾ. മനസ്സിലായില്ലേ? അപ്പൊ 20 ഒറ്റസംഖ്യകൾ കൂട്ടിയാലാണ് നമുക്ക് എത്ര കിട്ടല്? 400 കിട്ടല്. മനസ്സിലായോ? അപ്പൊ 400ൽ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 20 ഒറ്റസംഖ്യകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റസംഖ്യ ഏതാണ് അല്ലേ? നമുക്കറിയാം 400ൽ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 400ൽ 20 ഒറ്റസംഖ്യകൾ അല്ലേ? 400ൽ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 400ൽ 20 ഒറ്റസംഖ്യകളുണ്ട്. നമ്മ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചില്ലേ? അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നമുക്കറിയാം അഞ്ചാമത്തെ ഇരട്ടസംഖ്യ ഏതാ? അഞ്ചാമത്തെ ഇരട്ടസംഖ്യ എന്ന് പറയുന്നത് ഏതാ പറഞ്ഞേ അല്ലേ? ഈ 5ന്റെ ഇരട്ടിയായിട്ട് എത്രയായിരിക്കും? 10 അല്ലേ? അപ്പൊ 10ാമത്തെ ഇരട്ടസംഖ്യ ഏതാ? 10ാമത്തെ ഇരട്ടസംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ 10ന്റെ ഇരട്ടി എത്രയാ? 20. അപ്പൊ 20ാമത്തെ ഇരട്ടസംഖ്യ ഏതായിരിക്കും? 20ാമത്തെ ഇരട്ടസംഖ്യ ഏതായിരിക്കും? 20ാമത്തെ ഇരട്ടസംഖ്യ എന്ന് പറയുന്നത് എത്രയാ പറഞ്ഞേ? 40 അല്ലേ? 20ന്റെ ഇരട്ടി. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ഒറ്റസംഖ്യ ഏതായിരിക്കും എന്ന് പറഞ്ഞേ? 20ാമത്തെ ഒറ്റസംഖ്യ എന്ന് പറയുന്നത് നേരത്തെ പഠിച്ചില്ലേ? ഇരട്ടസംഖ്യ അറിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒറ്റസംഖ്യ കണ്ടുപിടിക്കാം. അപ്പൊ 20ാമത്തെ ഒറ്റസംഖ്യ ഏതായിരിക്കും? ഈ 40ൽ നിന്ന് 1 കുറച്ചതായിരിക്കും. അപ്പൊ എത്രയായിരിക്കും? 39. മനസ്സിലായില്ലേ? 20ാമത്തെ ഒറ്റസംഖ്യ എന്ന് പറയുന്നത് 39. അപ്പൊ ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റസംഖ്യ ഏതാണ്? അപ്പൊ ഇതിൽ അവസാനം കൂട്ടുന്ന അല്ലേ? ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റസംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒറ്റസംഖ്യ എന്ന് പറയുന്നത് 39. മനസ്സിലായില്ലേ? ഇതേപോലെ നമുക്ക് ഇരട്ടസംഖ്യകൾ അറിഞ്ഞിരുന്നാൽ എന്ത് ചെയ്യാം? ഒറ്റസംഖ്യകള് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം അല്ലേ? ഓക്കെ, അഞ്ചാമത്തെ ഇരട്ടസംഖ്യ എത്രയാ? 10 അല്ലേ? അപ്പൊ അഞ്ചാമത്തെ ഒറ്റസംഖ്യ എത്രയായിരിക്കും? 10ൽ നിന്ന് 1 കുറച്ചത് 9 ആയിരിക്കും. അതേപോലെ തന്നെ 10ാമത്തെ ഇരട്ടസംഖ്യ എത്രയാ? 20 അല്ലേ? അപ്പൊ 10ാമത്തെ ഒറ്റസംഖ്യ എത്രയായിരിക്കും? ഈ 20ൽ നിന്ന് 1 കുറച്ചതായിരിക്കും 19. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്കിത് ഈ കണക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 50ാമത്തെ ഒറ്റസംഖ്യ ഏതാണ് അല്ലേ? 50ാമത്തെ ഒറ്റസംഖ്യ നമുക്കറിയാം. 50ാമത്തെ ഇരട്ടസംഖ്യ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? 50ാമത്തെ ഒറ്റസംഖ്യ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 50ാമത്തെ ഇരട്ടസംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? 50ാമത്തെ ഇരട്ടസംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 50ന്റെ ഇരട്ടി ആയിരിക്കും 50ാമത്തെ ഇരട്ടസംഖ്യ. അപ്പൊ എത്രയായിരിക്കും 50ന്റെ ഇരട്ടി? 100 അല്ലേ? 50ന്റെ ഒക്കെ 50 കൂട്ടിയാലാണ് എന്ത് കിട്ടല്? 100 കിട്ടല് അല്ലേ? അപ്പൊ 50ന്റെ ഇരട്ടി എത്രയായിരിക്കും? 100. അപ്പൊ 50ാമത്തെ ഒറ്റസംഖ്യ ആയിരിക്കും പറഞ്ഞേ? 50ാമത്തെ
ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് എത്രയാ? ഈ 100-ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 1 കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 99 അല്ലേ? അപ്പോ 50-ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 99. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? 1 മുതൽ ഈ സംഖ്യ വരെയുള്ള ഏത് സംഖ്യ? ഈ 99 വരെയുള്ള അല്ലേ? 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കാണുക. മനസ്സിലായില്ലേ? 1 മുതൽ അല്ലേ? 1 മുതൽ ഈ സംഖ്യ ഉദ്ദേശിക്കുന്നത് ഏതാ? ഈ 99നെയാണ് ഈ സംഖ്യ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1 മുതൽ 99 വരെയുള്ള അല്ലേ? വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എന്ത് കാണണം? തുകയാണ് കാണുന്നത്. എന്താ ഈ തുക? അല്ലേ? 1 മുതൽ 99 വരെയുള്ള സംഖ്യകളെ കൂട്ടുക. എങ്ങനെ? 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം എക്സെട്രാ കൂട്ടണം 99. അപ്പൊ ഇത് ഇത്രയും കൂട്ടിയാൽ ഇതിന്റെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കിപ്പോ അറിഞ്ഞു വന്നേ 50-ാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? 50-ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് എത്രയാ? ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 99 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? 99 കിട്ടിയിട്ടുണ്ട്. ഒറ്റ സംഖ്യയുടെ എണ്ണം അറിഞ്ഞാൽ അല്ലേ? ആ എണ്ണത്തോട് അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 കൂട്ടണം 3 കൂട്ടണം 5 ആണെങ്കിൽ ഇവിടെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 3 എണ്ണം. അപ്പൊ 3 ഗുണിക്കണം ആ സംഖ്യ തന്നെ ഒന്നും കൂടി ഗുണിക്കുക. എത്ര കിട്ടും? 9 അല്ലേ? അപ്പൊ നോക്കിയേ 3 1 4 4 5 9. ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിച്ചൂടെ? 99 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്? 50-ാമത്തെ ഒറ്റ സംഖ്യ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഈ സംഖ്യന 50നെ ഒന്നും കൂടെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. അവസാനത്തെ ഒറ്റ സംഖ്യ ഏതെന്ന് നോക്കുക. 99 ആണ് അല്ലേ? ഈ 99 എത്രാമത്തെ ഒറ്റ സംഖ്യ നോക്കുക. എത്രാമത്തെ ഒറ്റ സംഖ്യ? 50-ാമത്തെ ഒറ്റ സംഖ്യ അല്ലേ? അപ്പൊ ഒറ്റ സംഖ്യയുടെ എണ്ണം എത്രയാണ്? 50. അപ്പൊ 50 ഗുണിക്കണം 50 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഈ 1 മുതൽ 99 വരെയുള്ള സംഖ്യകളുടെ തുക കിട്ടും. ഓക്കെ, 50 ഗുണിക്കണം 50 എത്രയായിരിക്കും അല്ലേ? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 25 ആണ്. ഈ 2 0 ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സാധാരണ രീതിയിൽ ചെയ്താലും ചെയ്യാം. 0 ഗുണിക്കണം 0 0 0 ഗുണിക്കണം 5 0 5 ഗുണിക്കണം 0 എത്രയാണ്? പറഞ്ഞേ 0 5 ഗുണിക്കണം 5 25. അപ്പൊ എത്ര കിട്ടും? 2500. അപ്പോ തുക എത്രയാണ്? 2500. മനസ്സിലായില്ലേ? എന്ത് ചെയ്താൽ മതി? എത്ര വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണോ കണ്ടുപിടിക്കാനുള്ളത്, അപ്പൊ അവസാനത്തെ ഒറ്റ സംഖ്യ ഏതാണോ അത് എത്രാമത്തെ സ്ഥാനം നോക്കുക അല്ലേ? ഈ 99 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്? 50-ാമത്തെ ഒറ്റ സംഖ്യയാണ്. അപ്പൊ നമുക്കറിയാം എത്ര ഒറ്റ സംഖ്യകളുണ്ടോ അല്ലേ? ആ ഒറ്റ സംഖ്യകളുടെ എണ്ണം അതേ സംഖ്യ കൊണ്ട് ഒന്നും കൂടെ ഗുണിച്ചത് കിട്ടും. നമുക്ക് ഒറ്റ സംഖ്യയുടെ തുക കിട്ടും അല്ലേ? എന്താ പറഞ്ഞത്? എത്ര ഒറ്റ സംഖ്യകളുണ്ടോ അല്ലേ? എത്ര ഒറ്റ സംഖ്യകളുണ്ടോ അതിന്റെ എണ്ണം എടുത്ത്, ഇവിടെ 3 ആണ്, അതിന്റെ എണ്ണം എടുത്ത് അല്ലെ ആ എണ്ണത്തിന് ഒന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ ഗുണിക്കുക. മനസ്സിലായേ? അപ്പൊ 3 എണ്ണാണെങ്കിൽ ഈ 3നെ കൊണ്ട് ഒന്നും കൂടെ ഗുണിക്കുക. അപ്പൊ 3 ഗുണിക്കണം 3. അപ്പൊ അതിന്റെ തുക കിട്ടും. അതേപോലെ ഇപ്പൊ നോക്കിയേ 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 സമം അല്ലെ? ഇവിടെ എത്ര ഒറ്റ സംഖ്യകളുള്ളത്? 1 2 3 4 അല്ലേ? അപ്പൊ 4 ഗുണിക്കണം ഇതേ സംഖ്യ കൊണ്ട് ഒന്നും കൂടി ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും? 16. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്നത്? മനസ്സിലായിട്ട് നോക്കി. ഇവിടെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 1 2 3 4. ഈ അവസാനത്തെ ഒറ്റ സംഖ്യ ഏതാ? 7 ആണ്. 7 എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്? 4-ാമത്തെ ഒറ്റ സംഖ്യയാണ്. അപ്പൊ 4 ഗുണിക്കണം 4. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഒന്നും കൂടി പറഞ്ഞുതരാം. 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 കൂട്ടണം 9 കൂട്ടണം 11 വിചാരിക്കുക അല്ലേ? ഈ 11 ലാസ്റ്റ് ഒറ്റ സംഖ്യ അല്ലേ? അതെ. അപ്പൊ ഈ 11 എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്? 1 2 3 4 5 6. 6-ാമത്തെ ഒറ്റ സംഖ്യ 11. അപ്പൊ എന്ത് ചെയ്താൽ മതി? 6 ഗുണിക്കണം ഇതേ സംഖ്യ കൊണ്ട് ഒന്നും കൂടി ഗുണിക്കുക. എത്ര കിട്ടും? 36. മനസ്സിലായില്ലേ? അപ്പൊ 6 ഒറ്റ സംഖ്യയുടെ തുക എത്രയായിരിക്കും? 36.
6. മനസ്സിലായില്ലേ? അപ്പൊ ഈ രീതിയിലാണ് ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ അല്ലേ, ഒരു 3 സമചതുരം തന്നിട്ടുണ്ട് അല്ലേ, ആ സമചതുരത്തിൽ കുറെ മുത്തുകൾ അല്ലേ, മുത്തുകളെ ഒരു ഓർഡറിൽ തന്നിട്ടുണ്ട്. നോക്കിയേ 1 2 3 അല്ലേ, ഇത് മാക്സിമം എത്ര മുത്തുകളുള്ളത് നോക്കിയേ. മാക്സിമം എത്ര വരെ പോകും? 2 വരെ പോകും. അത് കഴിഞ്ഞിട്ട് അത് കുറഞ്ഞു വരും അല്ലേ, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, 1 ആണ്. അപ്പൊ ഇതെങ്ങനെ എഴുതാൻ നോക്കിയേ? ടോട്ടൽ എത്ര മുത്തുകളുണ്ട്? 1 2 3 4 അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പിരിച്ചെഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. 4 എങ്ങനെ എഴുതാം? 1 കൂട്ടണം 2 കൂട്ടണം 1 അല്ലേ, 1 കൂട്ടണം 2 കൂട്ടണം 1 അല്ലേ. അപ്പൊ മാക്സിമം എത്ര വരെ പോകുള്ളൂ? 2 വരെ പോകുള്ളൂ അല്ലേ. 4 എങ്ങനെ പിരിച്ചെഴുതാം? 1 കൂട്ടണം 2 കൂട്ടണം 1 അല്ലേ. ഇനി നോക്കിയേ, ഇവിടെ എത്ര നോക്കിയേ? 1 2 3 അല്ലേ, 1 2 3. അപ്പൊ ഇത് മാക്സിമം എത്ര വരെയാ പോകുന്നത്? 3 വരെയാണ്, പിന്നെ കുറഞ്ഞു അല്ലേ, 2 1. നോക്കിയേ 1 കൂട്ടണം 2 കൂട്ടണം അല്ലേ, 1 കൂട്ടണം 2 കൂട്ടണം 3, അത് കഴിഞ്ഞിട്ടോ കുറഞ്ഞു അല്ലേ, 2 പിന്നെ 1. എത്രയാ കൂട്ടിയാല്? 2 1 3, 3 3 6, 6 2 8, 8 3 9 അല്ലേ. ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് മാക്സിമം എത്ര വരെ പോകുന്നുള്ളൂ? 2 വരെ പോകുന്നുള്ളൂ അല്ലേ. അപ്പോ നമുക്കറിയാം ഈ 4 തന്ന എത്രന്റെ ഗുണനാണ്? 2 ഗുണിക്കണം 2 അല്ലേ, 2 ഗുണിക്കണം. ഇതൊരു സമചതുര സംഖ്യയാണ്. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 2 എഴുതി കൂടെ. അപ്പൊ മാക്സിമം എത്ര വരെ പോകുന്നുള്ളൂ? 2 വരെ പോകുന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ എത്ര വരെയാ പോകുന്നത്? 3 വരെ പോകുന്നു. അപ്പൊ നമുക്കറിയാം ഇത് മാക്സിമം 3 വരെ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? കുറഞ്ഞു വരികയാണ് അല്ലേ. 1 2 3 വരെ പോയി, അത് കഴിഞ്ഞിട്ട് 2 1. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 3 അല്ലേ, ഇതൊരു സമചതുര സംഖ്യയാണ്. അടുത്ത നോക്കിയേ, അടുത്ത എത്രയാണെന്നുള്ളത്? 1 2 3 4 അല്ലേ, അത് കഴിഞ്ഞ് കുറഞ്ഞുകൊണ്ടേയാണ് 3 2 1 അല്ലേ. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? നോക്ക്, 1 കൂട്ടണം പിന്നെ എത്ര മുത്തുകളുണ്ട്? 2, അത് കഴിഞ്ഞിട്ട് 3, അത് കഴിഞ്ഞിട്ട് 4, അത് കഴിഞ്ഞിട്ട് എന്താ കുറഞ്ഞു വരിക? 3 2 1 അല്ലേ. ഇത് മാക്സിമം എത്ര വരെ പോകുന്നുള്ളൂ? 4 വരെ പോകുന്നുള്ളൂ അല്ലേ, 4 വരെ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. അപ്പൊ നമുക്കറിയാം, അപ്പൊ ഇത് എത്രയായിരിക്കും സംഖ്യ? ഓക്കെ, 4 ഗുണിക്കണം 4 എത്രയാ? 16 അല്ലേ. അപ്പോ 16 നമുക്ക് എങ്ങനെ പിടിച്ചെഴുതാം? 16 സമം 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം അല്ലേ, പിന്നെ 3 കൂട്ടണം 2 കൂട്ടണം 1. മനസ്സിലായില്ലേ? അപ്പൊ എത്ര വരെ പോകുന്നുണ്ട്? ഇവിടെ 4 വരെ പോകുന്നു അല്ലേ. അപ്പൊ ഈ 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 16 കിട്ടും അല്ലേ. അത് കഴിഞ്ഞ് നോക്കിയേ, ഇങ്ങനെ ഇങ്ങോട്ട് 4 വരെയാ പോകുന്നത്, ഇങ്ങൊന്നും ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? 4 വരെയാണ് പോകുന്നത്. അപ്പൊ 4 ഗുണിക്കണം 4 എത്രയാണ്? 16. 16 ഒരു സമചതുര സംഖ്യയാണ്. നമുക്കറിയാം എന്താ സമചതുര സംഖ്യ? ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് സമചതുര സംഖ്യ. ഇനി നോക്കിയേ, ഈ രീതിയിൽ 25നെ തുകയായി പിരിച്ചെഴുതുക. നമുക്ക് എത്രയാണ് എഴുതേണ്ടത്? 25നെയാണ് എഴുതേണ്ടത് അല്ലേ. നമ്മളിപ്പോ പഠിച്ചു 4നെ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ. 4 എത്ര വരെ പോകുള്ളൂ? 2 വരെ പോകുള്ളൂ. 9 3 വരെ അല്ലേ. 16 4 വരെ അല്ലേ. 16 കഴിഞ്ഞിട്ട് അടുത്ത സമചതുര സംഖ്യയാണ് ഏത്? 25 അല്ലേ. അപ്പൊ 25 എത്ര വരെ പോകും അല്ലേ? ഒന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, ഏതോ ഒരു സംഖ്യന അല്ലേ 2 പ്രാവശ്യം ഗുണിച്ചാൽ എന്ത് കിട്ടും? 25 കിട്ടും. ഏതാണെന്ന് നോക്കാം. ഏതാ സംഖ്യ? 5 അല്ലേ. 5 ഗുണിക്കണം 5 ആണ് എന്തെന്ന്? 25. മനസ്സിലായില്ലേ? 25 ഒരു എന്ത് സംഖ്യയാണ്? സമചതുര സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ 5 ഗുണിക്കണം 5 എത്രയാണ്? 25 ആണ് അല്ലേ. ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് 25 കിട്ടും. അപ്പൊ എത്ര വരെ പോകണം? 5 വരെ നമുക്ക് പോകണം അല്ലേ. ശ്രദ്ധിച്ചോ, 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം 5, അത് കഴിഞ്ഞിട്ട് എന്ത് വരും? കുറഞ്ഞു വരും അല്ലേ. 4 3 കൂട്ടണം 2 കൂട്ടണം 1. അപ്പൊ നമുക്ക് 25 എങ്ങനെ പിരിച്ചെഴുതാം? 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം 5 കൂട്ടണം, പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? മാക്സിമം 5 വരെ പോകുള്ളൂ. അത് കഴിഞ്ഞിട്ട് 4 കൂട്ടണം 3 കൂട്ടണം 2 കൂട്ടണം 1. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ എന്താ? 36നെയോ അല്ലേ, 36 എന്ത് ചെയ്യണം? പിരിച്ചെഴുതണം. എഴുതിയാലോ? നമുക്കറിയാം
36 എന്ത് സംഖ്യയാണ്? ഒരു സമചതുര സംഖ്യയാണ്. അപ്പൊ എങ്ങനെയാ കിട്ടുക? 6 ഗുണിക്കണം 6 എന്നത് 36 അല്ലേ? അപ്പൊ 6 ഗുണിക്കണം 6 36 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എത്ര വരെ പിരിച്ചെഴുതണം അല്ലേ? മാക്സിമം എത്ര വരെ പോകണം? 6 വരെ പോകണം. അപ്പൊ എങ്ങനെ എഴുതാം? 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം 5 കൂട്ടണം 6 അല്ലേ? അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, കുറയും അല്ലേ? 5 ഇനിയോ 5 കൂട്ടണം 4 കൂട്ടണം 3 കൂട്ടണം 2 കൂട്ടണം 1. മനസ്സിലായില്ലേ? അപ്പൊ എന്തറിഞ്ഞിരുന്നാലും മതി അല്ലേ? സമചതുര സംഖ്യ കൊണ്ട് ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് 36 കിട്ടുന്നത് നോക്കിയാൽ മതി അല്ലേ? 6നെ 6 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 36 കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ മാക്സിമം എത്ര വരെ പോകണം സംഖ്യ? 6 വരെ പോകും. അത് കഴിച്ച് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 100നെ ഇങ്ങനെയുള്ള തുകയായി പിരിച്ചെഴുതുക. എന്താ ചെയ്യേണ്ടത്? 100നെ ഇങ്ങനെയുള്ള തുകയായി പിരിച്ചെഴുതുക. ഓക്കെ, 100 എന്ത് സംഖ്യയാണ്? ഒരു സമചതുര സംഖ്യയാണ് അല്ലേ? 100 എങ്ങനെയാ കിട്ടുക? ഏതൊരു സംഖ്യ അല്ലേ? അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 100 കിട്ടുക. ഏതാണ്? 10 ഗുണിക്കണം 10 അല്ലേ? 1 മുതൽ 10 വരെയുള്ള ഗുണനം എന്ത് ചെയ്യുക? മനപ്പാടമാക്കി വെക്കുക അല്ലേ? 10 ഗുണിക്കണം 10 ആണെന്നത് 100. അപ്പൊ പിരിച്ചെഴുതുമ്പോൾ എത്ര വരെ പോകണം? 10 വരെ പോകണം. എങ്ങനെയാ? 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം 5 കൂട്ടണം 6 കൂട്ടണം 7 കൂട്ടണം 8 കൂട്ടണം 9 കൂട്ടണം 10. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇത് കുറഞ്ഞു വരും അല്ലേ? 10 കഴിഞ്ഞ് വരും 9 8 7 6 5 4 3 2 പിന്നെ ലാസ്റ്റ് 1. അപ്പൊ ഇങ്ങനെയാണ് എന്തെന്ന് 100നെ പിരിച്ചെഴുതേണ്ടത്. മനസ്സിലായില്ലേ? ഇതിനാ മതി 1 മുതൽ 10 വരെയുള്ള ഗുണനമൊക്കെ എന്ത് ചെയ്യാം? മനപ്പാടമാക്കി വെക്കുക. അത് നമുക്ക് ഈ കണക്കുകൾ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. സമചതുര ഗുണനം അല്ലെങ്കിൽ സ്ക്വയർ പ്രോഡക്റ്റ്. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള കണക്കുകൾ നമുക്ക് ചെയ്തു നോക്കാം. 4ഉം 9ഉം സമചതുര സംഖ്യകളാണ്. ഇവയുടെ ഗുണനഫലമോ അല്ലേ? 4ഉം 9ഉം ഒരു സമചതുര സംഖ്യകളാണെന്നാ പറയുന്നത്. എന്താ സമചതുര സംഖ്യകളാണ് അല്ലേ? മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് സമചതുര സംഖ്യകൾ. അപ്പൊ നോക്കിയേ, 4 ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് കിട്ടുക? 2 ഗുണിക്കണം 2 അല്ലേ? 2 ഗുണിക്കണം 2. ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് അല്ലേ? സമചതുര സംഖ്യ. അതേപോലെ നോക്കിയേ 9 ഏതാ? 3 ഗുണിക്കണം 3. അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ അല്ലേ? ഈ രണ്ട് സമചതുര സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ സമചതുര സംഖ്യകളാണെന്നാ ക്വസ്റ്റ്യൻ. ചെയ്തു നോക്കിയാലോ? ശ്രദ്ധിച്ചോ? 4 ഗുണിക്കണം 9 അല്ലേ? 4 ഗുണിക്കണം 9 നമുക്കിനെ മാറ്റി എഴുതാം. എങ്ങനെയാ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് 2 എടുക്കാം, ഇതിൽ നിന്ന് 3 എടുക്കാം, അത് തമ്മിൽ ജോഡിയാക്കി എഴുതാം അല്ലേ? ഇങ്ങനെ 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 ഗുണിക്കണം 3 അല്ലേ? അതിൻ്റെ ഈ 2 അല്ലേ? ഈ 2ഉം 3ഉം എടുത്തിട്ട് ഇവിടെ എഴുതി, ഈ 2ഉം 3ഉം എടുത്തിട്ട് ഇവിടെ എഴുതി. അപ്പൊ 2 ഗുണിക്കണം 3 ഗുണിക്കണം അല്ലേ? 2 ഗുണിക്കണം 3. മനസ്സിലായില്ലേ? ഇനി ശ്രദ്ധിച്ചോ, 2 ഗുണിക്കണം 3 എത്രയാ? 6 അല്ലേ? 6 ഗുണിക്കണം 6 അല്ലേ? 2 ഗുണിക്കണം 3 പറഞ്ഞാൽ 6 ആണ്. ഇവിടെ 2 ഗുണിക്കണം 3 പറഞ്ഞാലും 6 ആണ്. 6 ഗുണിക്കണം 6 എത്രയാണ്? 36 അല്ലേ? 36 ഒരു സമചതുര സംഖ്യയാണെന്ന് നമുക്കറിയാം. കാരണം ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എന്താണ്? സമചതുര സംഖ്യയാണ് അല്ലേ? ഇവിടെ നോക്കേ, അപ്പൊ 4 ഗുണിക്കണം 9 അല്ലേ? എത്ര കിട്ടും? 36. അപ്പൊ 36 ഒരു എന്ത് സംഖ്യയാണ്? സമചതുര സംഖ്യയാണ്. 36 ഒരു സമചതുര സംഖ്യയാണ്. സമചതുര സംഖ്യയാണ്. മുന്നേ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടെ പറയാം അല്ലേ? 6നെ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് 36. അതുകൊണ്ട് 36 എന്താണ്? ഒരു സമചതുര സംഖ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ 25 ഗുണിക്കണം 16 സമചതുര സംഖ്യ ആണോ അല്ലേ? 25 ഗുണിക്കണം 16 സമചതുര സംഖ്യ ആണോ? നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം അതെ. എന്തുകൊണ്ടാ? 25 ഒരു സമചതുര സംഖ്യയാണ്, 16 ഒരു സമചതുര സംഖ്യയാണ്. ചെയ്തു നോക്കിയാലോ? ശ്രദ്ധിച്ചോ? 25
അല്ലേ? 25 നമുക്ക് മാറ്റി എഴുതാം. 25 നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. എങ്ങനെയാണ് ശ്രദ്ധിച്ചോ? 25 ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് 25 കിട്ടുക? അല്ലേ? ഗുണനം മസ്റ്റായി പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും. 5 ഗുണിക്കണം 5 എന്നത് 25. അതേപോലെ 16 എന്നത് 4 ഗുണിക്കണം 4 എന്നത് 16. എന്നിട്ട് അത് ഇവിടെ കൊടുക്കാം. അല്ലേ? 5 ഗുണിക്കണം 5 ഗുണിക്കണം പിന്നെയോ 4 ഗുണിക്കണം 4. അല്ലേ? 25 പകരം 5 ഗുണിക്കണം 5 എഴുതി, 16 പകരം 4 ഗുണിക്കണം 4 എഴുതി. ഇനി നോക്കിയേ, ഇതെന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഒന്നെടുക്കുക, ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് എന്ത് ചെയ്യാം? ജോഡിയായി എഴുതാം. അല്ലേ? 5 ഗുണിക്കണം 4 ഗുണിക്കണം ഇനി ഇതും ഇതും എടുക്കുക. 5 ഗുണിക്കണം 4. മനസ്സിലായില്ലേ? നോക്കിയേ, 5 ഗുണിക്കണം 4 എത്രയാ? 20 ഗുണിക്കണം 5 ഗുണിക്കണം 4 എന്നത് 20. അല്ലേ? 20 ഗുണിക്കണം 20 എത്രയാണ്? 400. അല്ലേ? അപ്പൊ എളുപ്പ രീതിയിൽ എങ്ങനെ ചെയ്യാം? ഇവിടെ 2 0 ഉണ്ട്. ആ 2 0 എടുത്ത് തരുക. 2 ഗുണിക്കണം 2 4. അപ്പൊ 20 ഗുണിക്കണം 20 400. അപ്പൊ 400 ഒരു എന്താണ്? 400 ഒരു സമചതുര സംഖ്യയാണ്. എന്തുകൊണ്ടാ? അല്ലേ? ഒരു സംഖ്യന അതേ സംഖ്യ ഈ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കാൻ ഇവിടെ അങ്ങനെ ഗുണിച്ച് കിട്ടുന്നതാണ് ഒരു സമചതുര സംഖ്യ എന്ന് പറയുന്നത്. മനസ്സിലായേ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? 25 ഗുണിക്കണം 16 എന്ന് പറയുന്നത് എന്താണ്? ഒരു സമചതുര സംഖ്യയാണ്. ഇല്ലെങ്കിൽ എന്ത് പറയാം? 25 ഗുണിക്കണം 16 അല്ലെ ഇങ്ങനെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ഒരു സമചതുര സംഖ്യയാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെയുള്ള ഓരോ ഗുണനത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതുക. അല്ലെ? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ടത്. എന്താണ്? ചുവടെയുള്ള ഓരോ ഗുണനത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതുക. അങ്ങനെ ഗുണിക്കുന്ന സംഖ്യ എന്തായിരിക്കും? ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സമചതുര സംഖ്യ എന്ന് കിട്ടും. അല്ലെ? അപ്പൊ അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ മാറ്റി എഴുതാം. ഇവിടെ നോക്കിയേ, 9 ഗുണിക്കണം 16 അല്ലേ? അപ്പൊ ഈ 9 എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 3 അല്ലേ? ഗുണിക്കണം 16 എങ്ങനെ എഴുതാം? 4 ഗുണിക്കണം 4 അല്ലേ? 9 ഒരു സമചതുര സംഖ്യയാണ്. ഒരു സംഖ്യനെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് സമചതുര സംഖ്യ. അപ്പൊ 3 ഗുണിക്കണം 3. അതുപോലെ തന്നെ 16 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 4 ഗുണിക്കണം 4. മനസ്സിലായില്ലേ? ഇത് നോക്കിയേ, ഇനി ഇതിനെന്ത് ചെയ്യാം? നമുക്ക് ജോഡിയാക്കിയിട്ടുണ്ട്. അല്ലെ? ഇതിൽ നിന്ന് ഒന്നെടുക്കാം, ഇതിൽ നിന്ന് ഒന്നെടുക്കാം. നോക്കിയേ, 3 ഗുണിക്കണം 4 ഗുണിക്കണം 3 ഗുണിക്കണം 4 അല്ലേ? ഇതിൽ 2 3കളുണ്ട്, ഇതിൽ 2 4കളുണ്ട്. ഇതിൽ നിന്ന് ഒരു 3 എടുക്കാം, ഇതിൽ നിന്നൊരു 4 എടുക്കാം. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു 3 എടുക്കാം, ഇതിൽ നിന്നൊരു 4 എടുക്കാം. നോക്കി എത്ര കിട്ടും? 3 ഗുണിക്കണം 4 എത്രയാ? 12 അല്ലേ? 12 ഗുണിക്കണം 12. നോക്കി എന്താ? ഓരോ ഗുണനത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ അല്ലേ? നോക്കിയേ, 12 ഗുണിക്കണം 12 അല്ലേ? 12 ഗുണിക്കണം 12 ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? മാറ്റി എഴുതി. ഇനി അടുത്ത സംഖ്യ നോക്ക്. എന്താ? 16 ഗുണിക്കണം 36 അല്ലേ? 16 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 4 ഗുണിക്കണം 4 ഗുണിക്കണം 36നെയോ അല്ലേ? 6 ഗുണിക്കണം 6 ആണെന്ന് 36. ഈ തന്ന സംഖ്യകളിൽ എന്ത് സംഖ്യകളാണ്? സമചതുര സംഖ്യകളാണ്. അപ്പൊ നോക്കിയേ, ഇനി ഇതിനെന്ത് ചെയ്യാം? ജോഡിയാക്കി എഴുതാം. അല്ലേ? 4 ഗുണിക്കണം 6 ഗുണിക്കണം 4 ഗുണിക്കണം 6 അല്ലേ? ഇതിൽ നിന്നും ഓരോന്നെടുത്ത് എന്ത് ചെയ്തു? ജോഡിയാക്കി. ഇനി നോക്കിയേ, 4 ഗുണിക്കണം 6 എത്രയാ? 24 അല്ലേ? 24 ഗുണിക്കണം 24. മനസ്സിലായേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ എഴുതുന്ന ഒരു ജോഡിയാക്കി എടുത്തു. മനസ്സിലായില്ലേ? നോക്കിയിടാം, 12 ഗുണിക്കണം 12 ആണ്. ഇവിടെയോ 24 ഗുണിക്കണം 24. അടുത്തത് നോക്കാം, 36 ഗുണിക്കണം 49 അല്ലേ? 36 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 6 ഗുണിക്കണം 6 ഗുണിക്കണം 7 ഗുണിക്കണം 7 അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഒരു 6 ഇതിൽ നിന്ന് ഒരു 7 എടുത്ത് എന്ത് ചെയ്യാം? ജോഡിയാക്കി എഴുതാം. 6 ഗുണിക്കണം 7 ഗുണിക്കണം 6 ഗുണിക്കണം 7 എത്ര കിട്ടും? 6 7 42 42 ഗുണിക്കണം 42. മനസ്സിലായില്ലേ? ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതി. ഇനി നോക്കാം അടുത്തത്, 49 ഗുണിക്കണം 64. 49 എങ്ങനെ കിട്ടുക? 7 ഗുണിക്കണം 7 ആണ് 49. അതുപോലെ തന്നെ 64 8 ഗുണിക്കണം 8 ആണ് 64. ഇനി 7 ഗുണിക്കണം 7ഉം 8 ഗുണിക്കണം 8ഉം അതിന് ഓരോന്നിടത്തിൽ ജോഡിയാക്കാം. 7 ഒരു 7 2 7ൽ നിന്ന് ഒരു 7 എടുത്തു. അതേപോലെ തന്നെ 2 8ൽ നിന്ന് ഒരു 8 എടുത്തു. അപ്പൊ 7 ഗുണിക്കണം 8 ഗുണിക്കണം 7 ഗുണിക്കണം 8
എത്ര കിട്ടും? 8 7 56. അപ്പോൾ 56 ഗുണിക്കണം 56. മനസ്സിലായില്ലേ? അടുത്തതോ 81 ഗുണിക്കണം 25 അല്ലേ? 81 എങ്ങനെയാണ് കിട്ടുക? 9 ഗുണിക്കണം 9 അല്ലേ? ഗുണിക്കണം 25 5 ഗുണിക്കണം 5 അല്ലേ? പിന്നെ എന്ത് ചെയ്യാം? ജോഡിയാക്കാം. 9 ഗുണിക്കണം 5 ഗുണിക്കണം 9 ഗുണിക്കണം 5 അല്ലേ? 9 ഗുണിക്കണം 5 എത്രയാണ്? 45. അപ്പൊ 45 ഗുണിക്കണം 45. മനസ്സിലായില്ലേ? ഒരു സംഖ്യ അല്ലേ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത്. മനസ്സിലായി? രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? ഒരു സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. പക്ഷെ ഈ തന്ന സംഖ്യകളെല്ലാം എന്ത് സംഖ്യകളാണ്? സമതുലിത സംഖ്യകളാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ കടക്കാം. ക്വസ്റ്റ്യൻ ചുവടെയുള്ള ഗുണനഫലങ്ങൾ മനക്കണക്കായി ചെയ്യുക. എന്താ ക്വസ്റ്റ്യൻ? ചുവടെയുള്ള ഗുണനഫലങ്ങൾ മനക്കണക്കായി ചെയ്യുക. ക്വസ്റ്റ്യൻ അല്ലേ? സമതുലിത സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ സംഖ്യ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് അല്ലേ മനസ്സിൽ കണ്ടുപിടിക്കാന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ സംഖ്യ 25 ഗുണിക്കണം 4. നമുക്കിതെങ്ങനെ ഈസി ആയിട്ട് മനക്കണക്കായി ചെയ്യുന്നതെന്ന് നോക്കാം. 25 ഏതിന്റെ ഗുണനമാണ്? നമുക്കറിയാം 5ന്റെ ഗുണനം അല്ലേ? അപ്പൊ 5 ഗുണിക്കണം 5 25. അതേപോലെ 4 ഏതിന്റെ ഗുണനാണ്? 2ന്റെ. 2 ഗുണിക്കണം 2 എത്രയാ? 4 അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഒരു 5ഉം ഒരു 2 എടുത്താൽ പോലെ മതി അല്ലേ? ഒരു 5ഉം ഒരു 2 എടുത്താൽ നമുക്കറിയാം എത്രയാണ്? 5 ഗുണിക്കണം 2 10 അല്ലേ? 10നെ ഒന്നും കൂടി ഗുണിക്കും. അപ്പൊ 10 ഗുണിക്കണം 10. മനസ്സിലായില്ലേ? അപ്പൊ 10 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമതുലിത സംഖ്യയാണ് അല്ലേ? 10 ഗുണിക്കണം 10 എത്രയാ? 100. അപ്പൊ ഇങ്ങനെ അല്ലേ ഒരേ സംഖ്യ ഗുണിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? മാറ്റി എഴുതി. അടുത്ത സംഖ്യ 25 ഗുണിക്കണം 16 അല്ലേ? 25 എങ്ങനെയാണ്? 5 ഗുണിക്കണം 5 25. അതേപോലെ തന്നെ 16 4 ഗുണിക്കണം 4 16. അപ്പൊ ഇതിൽ നിന്ന് ഓരോ സംഖ്യ എടുക്കുക. 2 5ൽ നിന്ന് ഒരു 5 എടുക്കുക അല്ലേ? 2 4ൽ നിന്ന് ഒരു 4 എടുക്കുക. അപ്പൊ 5 ഗുണിക്കണം 4 20 അല്ലേ? അപ്പൊ 20നെ 20 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ചെയ്ത് നോക്കിയാലോ? എങ്ങനെയാ നോക്കിയേ? 25നെ 5 ഗുണിക്കണം 5 എഴുതാം. അതേപോലെ 16 4 ഗുണിക്കണം 4 എഴുതാം. അത് കഴിഞ്ഞിട്ടോ ഇതിൽ നിന്ന് ഒരു ജോഡി എടുക്കുക. 5 ഗുണിക്കണം 4 അല്ലേ? അതേ ജോഡി വീണ്ടും ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ സംഖ്യ കിട്ടും. നോക്കിയേ 20 ഗുണിക്കണം 20. മനസ്സിലായില്ലേ? അപ്പൊ 25 ഗുണിക്കണം 16 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നമുക്ക് 20 ഗുണിക്കണം 20 ആയി മാറ്റി എഴുതാം. അടുത്ത സംഖ്യ 25 ഗുണിക്കണം 36. 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഗുണിക്കണം 5 അല്ലേ? അതേപോലെ 36നെയോ 6 ഗുണിക്കണം 6. ഇതിൽ നിന്ന് ഒരു 5ഉം ഇതിൽ നിന്ന് ഒരു 6 എടുത്താൽ നമുക്ക് സംഖ്യ കിട്ടും. എത്രയാണ്? 30. 5 ഗുണിക്കണം 6 30. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജോഡിയാക്കിയിട്ട് എഴുതാം. കണ്ടോ? 5 ഗുണിക്കണം 6 എത്ര കിട്ടി? നമുക്ക് ഒന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് അടുത്തത് കണ്ടുപിടിച്ചൂടെ? അതേ സംഖ്യ തന്നെയാണ് അടുത്തത്. അപ്പൊ 30 ഗുണിക്കണം 30. മനസ്സിലായില്ലേ? അടുത്തത് നോക്ക് 25 ഗുണിക്കണം 64. നമുക്ക് ഇത് നോക്കിയിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ? 25ൽ നിന്ന് ഒരു 5 എടുക്കുക. 64ൽ നിന്ന് അല്ലേ? നമുക്കറിയാം 25 എങ്ങനെയാണ് കിട്ടല്? 5 ഗുണിക്കണം 5 25. അപ്പൊ ഇതിൽ 5 എടുത്തു. 64 8 ഗുണിക്കണം 8 64. അപ്പൊ ഒരു 5ഉം ഒരു 8ഉം എടുക്കുക. 8 5 എത്രയാണ്? 40. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ 5 ഗുണിക്കണം 5 ഗുണിക്കണം 8 ഗുണിക്കണം 8 അല്ലേ? ഇനിയോ 5 ഗുണിക്കണം 5 ഒരു 5 എടുത്തു അല്ലേ? 5 ഒരു 5 എടുത്തു. 8ൽ നിന്ന് ഒരു 8 എടുത്തു. സിമ്പിൾ അല്ലേ? 8 ഗുണിക്കണം 5 എത്രയാണ്? 5 ഗുണിക്കണം 8 എത്രയാണ്? 40. മനസ്സിലായില്ലേ? അപ്പൊ എന്തിട്ടും 40 ഗുണിക്കണം 40. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മനക്കണക്കായി ചെയ്യാൻ പറ്റും. ഇത് അല്ലേ ഇന്നത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടി? 10 ഗുണിക്കണം 10 എന്ന് കിട്ടി. 25 ഗുണിക്കണം 16 നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. 20 ഗുണിക്കണം 20 എന്ന് എഴുതി. 25 ഗുണിക്കണം 36നെയോ 30 ഗുണിക്കണം 30 എന്ന് എഴുതി. അവസാനം 25 ഗുണിക്കണം 64 40 ഗുണിക്കണം 40 എന്ന് എഴുതി. മനസ്സിലായില്ലേ? ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും വീഡിയോസ് എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.